ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഒരുപാട് ഡിയേഴ്സിനൊക്കെ ഞാൻ താങ്ക്സ് പറയുന്നു എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ പഴയ കുഷൻ സെറ്റി ചെയറൊക്കെ ഇല്ലേ, അത് നമ്മളുടെ എന്താ പറയുക, സ്പോഞ്ചിൻ്റെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്പ്രിങ് ആക്ഷനൊക്കെ പോയിട്ട് കുഴിഞ്ഞിട്ടും ഉണ്ടായിട്ടൊക്കെ ഇരിക്കുന്നത് നമ്മളുടെ ഒരു റെയിൻ കോട്ട്, പഴയ കളയാൻ വെച്ചിരിക്കുന്ന സ്പോഞ്ചോ റെയിൻ കോട്ട്, ഞാനിവിടെ റെയിൻ കോട്ട് വെച്ചിട്ടാണ് അത് ഹൈറ്റ് കൂട്ടിയിരിക്കുന്നത്. അതായത് നമ്മളുടെ പഴയ ചെയറുകളൊക്കെ ഇരുന്നിരുന്ന് അല്ലെങ്കിൽ കുഷൻ സെറ്റിയൊക്കെ കുണ്ടും കുഴിയൊക്കെ ആകില്ലേ, അതിനെ നമുക്ക് ഒന്ന് നികത്തി നല്ലൊരു ഹൈറ്റ് കൂട്ടിയിട്ട് നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു പഴയ റെയിൻ കോട്ട് വെച്ചിട്ട് അതിനെ ഹൈറ്റ് കൂട്ടി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്യുക. നമുക്ക് ഒരുപാട് പൈസ കൊടുത്തൊന്നും വാങ്ങാതെ തന്നെ നമ്മൾക്ക് സിമ്പിളായിട്ട്, കുട്ടികൾക്ക് നമ്മൾക്ക് ഒക്കെ സിമ്പിളായിട്ട് നമുക്കിത് ഒരുപാട് സമയമൊന്നും ഇത് വേണ്ട. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ഈ സെറ്റി എന്നല്ല, ഒരു കുഷൻ ഇതാണ്, ഒരു ഒറ്റയായിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ ആക്ഷനൊക്കെ കുറഞ്ഞു കേട്ടോ. ഇത് ഞാൻ കവർ ചെയ്ത് ഒരു ഒരു കുഷൻ കവറിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു പട്ടിൻ്റെ തുണിയിൽ ഞാൻ ഇതാക്കി വെച്ചിരിക്കുകയാണ്. കുഴിഞ്ഞോട്ടോ. സ്പ്രിങ് ആക്ഷൻ ഒരു സെപ്പറേറ്റ് ഉള്ള 2 എണ്ണമാണ് കേട്ടോ. കേട്ടോ, ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഫ്ലാറ്റായി, ഇത് കുഴിഞ്ഞിട്ട് ഫ്ലാറ്റായി. അപ്പോൾ ഞാൻ റെയിൻ കോട്ട് വെച്ചിട്ട്, ബുള്ളറ്റിലിടുന്ന റെയിൻ കോട്ട് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒന്ന് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉണ്ടോ, ഇങ്ങനെ ചപ്പിയിരിക്കുന്നത് ഉണ്ടോ. അപ്പോൾ അത് ഞാൻ റെയിൻ കോട്ട് ബുള്ളറ്റിൻ്റെ പീസാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു റെയിൻ കോട്ടായിരുന്നു, അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. അതായത് റെയിൻ കോട്ട് ഫുള്ളായിട്ടുള്ളത് എടുക്കാൻ മറന്നു. ഞാനിത് കട്ട് ചെയ്തു കേട്ടോ. പല കത്രികളും ബ്ലേഡുകളും ഒക്കെ വെച്ച് പീസായത് കണ്ടോ. അതിൻ്റെ ബുള്ളറ്റ് റെയിൻ കോട്ടിൻ്റെ കൈ, ഇത് ബോഡി ഉണ്ടോ, ഒരു പീസായിട്ട് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടണത് ഒന്ന് കാണാം കേട്ടോ. ഓരോ പീസായിട്ട് ഇതിൻ്റെ ഉള്ളിലും ഇങ്ങനെ ഉണ്ടോ, പക്ഷെ നല്ല സ്പോഞ്ച് പോലെ ഉണ്ട് ഉണ്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി, റെയിൻ കോട്ട് ഫുള്ള് കഴുകി വൃത്തിയാക്കിയിട്ട് പീസായിട്ട്, ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്കത് സെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പില്ലോ കവറിലോ എന്തെങ്കിലും തുണി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഹൈറ്റ് കൂട്ടി അത് ഫില്ല് ചെയ്ത് കുഷൻ പോലെ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒറ്റ കയ്യിൽ മൊബൈൽ പിടിക്കുന്നതാണ് എനിക്ക് ഓരോന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ റെയിൻ കോട്ട് ഫുള്ളും പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഹൈറ്റ് കൂട്ടുന്നത് കാണിച്ചു തരാം. ഇത് 2 വീലറിൻ്റെയൊക്കെ ഓരോരുത്തരുടെ റെയിൻ കോട്ടുകൾ ഓരോ ടൈപ്പായിരിക്കും. ഇത് കുറച്ച് സ്പോഞ്ചായിട്ടുള്ള ബുള്ളറ്റ് കോട്ട് പോലെയുള്ള റെയിൻ കോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് മകന് വേണ്ട പറഞ്ഞിട്ട് ഇവിടെ അയയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. ഒരു 7-8 മാസമായി ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടാണ് അയയിലിട്ടത്. പക്ഷേ എനിക്കിത് സെറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഇന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പ് പിന്നെയും ഞാൻ കഴുകി ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണുന്നോന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഈ സെറ്റിയിൽ ഒരു പഴയ കുഷൻ വെച്ചിട്ടുണ്ട്. ഈ റെയിൻ കോട്ടുകൾ ഓരോന്നായിട്ട് നിരത്തി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ, അപ്പോൾ എങ്ങനെയാണ് വേണ്ടത് അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഈ റെയിൻ കോട്ട് ചതുരത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊരു തുണി സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ കുഷൻ എടുത്ത് ഹൈറ്റ് കൂട്ടാം കേട്ടോ. റെയിൻ കോട്ട് വെച്ചിരിക്കുന്ന ഓരോ പീസായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് തന്നെ ഒരു കവർ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ട് വെച്ചാലും മതി. ഇത് സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് അടിയിലൊരു വലിയ പഴയ കുഷൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ റെയിൻ കോട്ടിൻ്റെ പീസുകൾ വെച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇത് ഹൈറ്റ് കൂട്ട് നോക്കാം. ഉണ്ടോ, ഈ സെറ്റിയിൽ താഴെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും തുണി ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഹൈറ്റ് കൂട്ടുന്നതനുസരിച്ച് ഇങ്ങനെ ഓരോ പീസായിട്ട് ഈ റെയിൻ കോട്ട് എടുത്ത് വെക്കുക. മനസ്സിലായില്ലേ? ഉണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഹൈറ്റ് കൂട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ കവർ ചെയ്യാം. മനസ്സിലായില്ലേ? ഉണ്ടോ, എന്നിട്ട് ഇങ്ങനെ കവർ ചെയ്ത്, ഇത് എൻ്റെ ഒരു പഴയ സെറ്റിയുടെ ഇതാണ്, സെറ്റി തുണിയാണ്. അപ്പോൾ ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ നമുക്കിത് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ റെയിൻ കോട്ടാണെന്നുള്ളത്, പീസായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഹൈറ്റ് വേണോ അതനുസരിച്ച് കൂട്ടിയിട്ട് ഈ കുഷനെടുത്ത് വെച്ച് കൊടുക്കുക. ഈ കുഷനെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒറ്റ കയ്യിൽ മൊബൈൽ പിടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഉണ്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കൂടിയില്ലേ ഉണ്ടോ, ഹൈറ്റ് നമ്മൾ കൂട്ടിയെടുത്തു. മറ്റേത് ഫ്ലാറ്റായിട്ട് കുഴിഞ്ഞിരുന്നതാണ് ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പഴയ തുണികൾ വെച്ചിട്ടും ഒക്കെ നമുക്ക് ഹൈറ്റ് കൂട്ടാം. പക്ഷേ പഴയ തുണിയാകുമ്പോൾ അത്ര ഒരു സ്പ്രിങ് ആക്ഷൻ വരില്ല. ഈ റെയിൻ കോട്ടാകുമ്പോൾ സ്പ്രിങ് ആക്ഷൻ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ പഴയ മെത്ത സ്പോഞ്ചൊക്കെ വെച്ചിട്ട് നമ്മൾ പഴയ തുണിയുടെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു കവർ ചെയ്തിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ അടിപൊളി
സീറ്റിംഗ് സോഫയായി. ഇപ്പോൾ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ബാക്കിലൊന്നും ചെയ്യുന്നില്ല, എനിക്ക് താഴെ ഇരിക്കാനുള്ള അവിടെയാണ് ഒരു കുഴി പോലെ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ ഹൈറ്റ് കൂടി ഉണ്ടോ, നമ്മൾ വെച്ചിട്ട് അറിയേയില്ല ഉണ്ടോ. അപ്പോൾ ഒക്കെ അറേഞ്ച് ചെയ്തു. നേരത്തെ നിന്ന് നല്ല ഹൈറ്റ് കൂടിയില്ലേ കണ്ടോ. അടിയിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് കാണുന്നുണ്ട്, കയറ്റി വയ്ക്കാം. അപ്പോൾ കണ്ടോ അറേഞ്ച് ചെയ്തു, ഹൈറ്റ് കൂട്ടി. അപ്പോൾ ഇതിൻ്റെയും അറേഞ്ച് ചെയ്തു. അതിൻ്റെയും കൈയുടെ കഷ്ണങ്ങളൊക്കെ 2 കഷ്ണങ്ങൾ ബാക്കി വന്നു, അത് നടുക്ക് വെച്ചിട്ട് അത് ഫില്ല് ചെയ്തു. മറ്റേത് കുഴിഞ്ഞിട്ടാണ് ഇരുന്നിരുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് ഇരുന്ന്. ഇപ്പോൾ നല്ല ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. മാക്സിമം നടുക്കൊക്കെ കുഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല ലെവലായിട്ട് ഫ്ലാറ്റാക്കി ബാക്കി വന്ന ഒരു ചെയറിൽ 2 ഫുള്ളായിട്ടുള്ള കൈ വെച്ചിട്ട് ഞാൻ നല്ല ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള എന്താ പറയുക, കുറച്ച് ട്രിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കുഷൻ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുഷനൊക്കെ സെറ്റ് ചെയ്തു, നല്ല ഹൈറ്റൊക്കെ കിട്ടി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ പഴയ ഇതേപോലെയുള്ള കുഷൻ അതുപോലെയുള്ള പഴയ സാധനങ്ങളൊന്നും നിങ്ങൾ കളയരുത്. മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. നമുക്ക് ഒന്ന് മൈൻഡ് ഒന്ന് സെൻസ് അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വീട്ടിൽ തന്നെ നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഹൈറ്റ് കൂട്ടി ഇരിക്കുന്നതാണ്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.